അസ്സലാമു അലൈക്കും. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ അറബി സംസാര ഭാഷയിൽ പറയാം? അതാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. പോയി, പോകുന്നു, പോകാം, പോകും എന്നൊക്കെ എങ്ങനെയാണ് അറബി സംസാര ഭാഷയിൽ പറയുക എന്ന് എൻ്റെ മുൻപുള്ള വീഡിയോകൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വിശദമായി തന്നെ നിങ്ങൾക്കത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ശരി, ഇനി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അത് 3 കോണ്ടക്സ്റ്റിൽ നമുക്ക് പറയാം. അതായത് ഒന്ന് സിംഗുലർ രൂപത്തിൽ, ഏകവചനത്തിൽ ഒരു പുല്ലിംഗ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഏകവചനത്തിൽ സിംഗുലറിൽ സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിക്കുന്ന എങ്ങനെയാണ്, അതേപോലെ തന്നെ ബഹുവചനത്തിൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 3 വേർഡുകളാണ് നമുക്കിതിന് ആവശ്യം. അപ്പോൾ സിംഗുലർ ഫോമിൽ പുല്ലിംഗത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമായത് ഒന്ന് റായിഹ് എന്നാണ്. റായിഹ് അത് സ്ത്രീലിംഗ രൂപത്തിലേക്ക് വരുമ്പോൾ റായിഹ എന്ന് പറയും. ഇനി അത് ബഹുവചന രൂപത്തിലേക്ക് വരുമ്പോൾ റായിഹീൻ എന്നാണ് പറയുക. റായിഹീൻ എന്നാണ് പറയുക. റായിഹ് എന്നത് ഏതൊക്കെ ഘട്ടത്തിൽ ഉപയോഗിക്കും? അതായത് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ, അതായത് ഹുവ എന്ന വേർഡ് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഹുവ റായിഹ് എന്നാണ് പറയുക. ഹുവ റായിഹ്. പിന്നെ ഞാൻ എന്ന് പറയും, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, അന റായിഹ്. ഇപ്പോൾ അന എന്ന് പറയുമ്പോൾ അതിൽ ആണും പെണ്ണും പെടും. അപ്പോൾ ഈ റായിഹ എന്നുള്ളത് അന എന്നതിലും പെടും. അപ്പോൾ ഒരു പെണ്ണാണ് പറയുന്നത് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അന റായിഹ എന്ന് പറയാം. അതുപോലെ ആണാണെന്നുണ്ടെങ്കിൽ അന റായിഹ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അവൻ പോയിക്കൊണ്ടിരിക്കുന്നെന്ന് പറയാൻ ഹുവ റായിഹ് എന്നാണ് പറയുക. അപ്പോൾ അവൾ എന്നുള്ളത്, അതായത് ഹിയ, അവൾ എന്നുള്ളത് റായിഹ എന്ന വാക്ക് വെച്ചിട്ടാണ് പറയാം. ഹിയ റായിഹ എന്നാണ് പറയാം. പിന്നെ റായിഹ എവിടെയാണ് ഉപയോഗിക്കുക? നമുക്ക് നീ എന്ന പുല്ലിംഗ രൂപത്തിൽ, അതായത് ഇൻത റായിഹ് എന്ന് പറയാം. നീ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ പോയിക്കൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ നീ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ റായിഹ് എന്ന വാക്കാണ് ഇൻതയുടെ കൂടെ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നീ പെണ്ണിന് റായിഹ എന്നാണ് പറയുക, ഇൻതി എന്നുള്ളിടത്ത്. ഓക്കെ, അപ്പോൾ ഇൻതി റായിഹ. ഓക്കെ, ഇൻതി റായിഹ, നീ പോയിക്കൊണ്ടിരിക്കുകയാണോ? ഇൻതി റായിഹ അൽ മക്തബ്, നീ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഉപയോഗിക്കാൻ ഇൻതിയുടെ കൂടെ റായിഹ. ഇൻത റായിഹ എന്ന് പറയില്ല, ഇൻതി റായിഹ എന്ന് പറയാം. ഇൻത റായിഹ അൽ മക്തബ്, നീ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ഒരാണിനോട് ചോദിക്കാവുന്നതാണ്. കൂടാതെ നമ്മൾ ഏതെങ്കിലും ഒരു പേര് സൂചിപ്പിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ, ഒരാണിൻ്റെ പേര് സൂചിപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും അവിടെ റായിഹ് തന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ഒരാണിൻ്റെ പേര്. അതുപോലെ തന്നെ ഒരു പെണ്ണിൻ്റെ പേരാണ് ഉപയോഗിക്കുന്നതെങ്കിലും അവിടെ റായിഹ എന്നാണ് പറയുക. ഇനി റായിഹീൻ എന്ന് ഉപയോഗിക്കുന്ന 2 കോണ്ടക്സ്റ്റിൽ നമുക്ക് പറയാം. ഓക്കെ, റായിഹീൻ എന്നുള്ളത് നഹ്നു, ഓക്കെ, അതായത് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ പറയാനായിട്ട് നഹ്നു റായിഹീൻ, നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നഹ്നു റായിഹീൻ അൽ മക്തബ്, ഞങ്ങൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നഹ്നു റായിഹീൻ അൽ മുസ്തശ്ഫ, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ റായിഹീൻ ആണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം നഹ്നു എന്ന് പറയുമ്പോൾ അതിൽ ആണും പെണ്ണും ഒക്കെ പെടും. ഓക്കെ, പിന്നെ ഹും എന്നുള്ളിടത്ത്, അതായത് അവർ എന്ന് പറയുമല്ലോ, അവരിന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആണുങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടെയും റായിഹീൻ ആണ് പറയുക, ഹും എന്നാണ് പറയുക. ഹും റായിഹീൻ, അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹും റായിഹീൻ. ഓക്കെ, അപ്പോൾ ഇതിന് മറ്റൊരു വേർഡ് കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. അതായത് അവർ എന്നുള്ളത് പെണ്ണാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ റായിഹാത്ത് എന്നാണ് പറയുക. അതായത് റായിഹ എന്നുള്ളതിൻ്റെ ബഹുവചന രൂപമാണ് റായിഹാത്ത് എന്നുള്ളത്. റായിഹാത്ത്, ഈ റായിഹാത്തിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഹുന്ന എന്ന് പറയാം. അതായത് അവർ ഒരു കൂട്ടം പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവിടെ പറയാം, അല്ലെങ്കിൽ സ്ത്രീകൾ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾ ബനാത്ത് റായിഹാത്ത് എന്ന് പറയാം, പെൺകുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു കൂട്ടം സ്ത്രീകളാണ് ഉദ്ദേശിച്ച് പറയുന്നതെങ്കിൽ അവിടെ റായിഹാത്ത് എന്നാണ് പറയാം.
അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിന് വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകൾ. ഒന്ന് റായിഹ് എന്ന വാക്കാണ്, അത് സിംഗുലർ രൂപത്തിൽ ഉപയോഗിക്കുന്ന, അതിന് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, നീ ഒരാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാണിൻ്റെ പേര് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനൊക്കെ റായിഹാണ് ഉപയോഗിക്കുക. അതിൽ റായിഹ എന്നത് അന, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണ് പറയാമെന്നുണ്ടെങ്കിൽ റായിഹാന റായിഹ അൽ മക്തബ്, ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഇനി ഹിയ, അവൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാനും അതിൻ്റെ കൂടെ റായിഹ എന്നാണ് പറയുക. ഹിയ റായിഹ അൽ മക്തബ്, അവൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇൻതി എന്ന് പറഞ്ഞാൽ നീ ഒരു പെണ്ണ്, ഓക്കെ, നീ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഇൻസി റായിഹ അൽ മക്തബ്, നീ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കാനും റായിഹയാണ് ഉപയോഗിക്കുക. അടുത്തത് റായിഹീൻ, പ്ലൂരൽ ഫോമിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ എന്ന ആ ഒരു കോണ്ടക്സ്റ്റിൽ റായിഹീൻ എന്ന് ഉപയോഗിക്കുക. നഹ്നു റായിഹീൻ അൽ മക്തബ്, ഞങ്ങൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹും റായിഹീൻ അൽ മക്തബ്, അവർ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതുപോലെ അവർ എന്നത് ഒരു കൂട്ടം പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ, സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ റായിഹാത്ത് എന്നാണ് അവിടെ പറയാം. ഹുൻ റായിഹാത്ത് അൽ മക്തബ്, അവർ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു 3-4 സ്ത്രീകളുടെ പേരുകൾ പറഞ്ഞിട്ട് ഇന്ന സ്ത്രീകൾ ഒരു 4 പേരും അല്ലെങ്കിൽ 3 പേരും പിന്നെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാനും റായിഹാത്ത് എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൻ്റെ അറബികൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന വേർഡുകൾ ഇതൊക്കെയാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഓരോ കോണ്ടക്സ്റ്റിലും അവൻ, അവൾ, ഞാൻ, നീ എന്നതിലൊക്കെ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇത് ഇനി ആ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ഒരു ടാസ്ക്കാണ്. 4 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് അറബി സംസാര ഭാഷയിൽ പറയുക എന്നുള്ളത്, നമ്മൾ ഈ പഠിച്ചതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പറയുക എന്നുള്ളത് നിങ്ങൾ അത് കണ്ടെത്തിയിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഒന്നാമത്തേത് അമാൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് എങ്ങനെയാണ് പറയുക. രണ്ടാമത്തേത് ജമീല സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4-മത്തേത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5-മത്തേത് അഹ്മദേ നീ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഈ വീഡിയോ ശരിക്ക് കണ്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്തി കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇനി സ്പോക്കൺ അറബിക്കിൻ്റെ മറ്റൊരു അധ്യായവുമായി മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.